വീണ വിജയൻ്റെ മാസപ്പടി കേസിലെ അന്വേഷണം SFIO സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത്. CMRLൻ്റെ ഓഫീസിൽ അവർ പരിശോധന നടത്തി. 2 ദിവസം അവിടുത്തെ റെക്കോർഡുകളും ഇത് പരിശോധിച്ചു. ആ ഓഫീസിലെ സ്റ്റാഫിൻ്റെ മൊബൈൽ ഫോണെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ആണ് അന്വേഷണം നടത്തിയത്. അതിനുശേഷം ഇൻകം ടാക്സ് ഓഫീസിൽ പരിശോധന നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ SFIO അരുൺ പ്രസാദ് അദ്ദേഹം ഇന്നലെ കൊച്ചിയിലെ അന്വേഷണം പൂർത്തിയാക്കി ബാംഗ്ലൂരേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മാസപ്പടി 1.72 കോടി രൂപ അവർ കൈപ്പറ്റി. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും കൈപ്പറ്റി. അവർ വീണ വിജയൻ്റെ അടിയിലെ ഒരു എഴുത്തൂടെ ഉണ്ടായിരുന്നു. PV എന്നയാൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരാണ്, ഷോർട്ട് പേരാണ് PV എന്ന് ചാനലിലൊക്കെ പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ്റെ ഷോർട്ട് ഫോമാണ് എന്ന് പറയുന്നുണ്ട്. പൽപതി വേണുഗോപാൽ ആൻ്റെ പേരാണ് PV എന്നും ആക്ഷേപം വന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് പൈസ കൊടുത്താലും PV എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഈ മാസപ്പടിയിലെ മുഖ്യമന്ത്രി കേരള അസംബ്ലി പറഞ്ഞു തൻ്റെ കൈ പരിശുദ്ധമാണ്, ശുദ്ധമാണ്. അത് 100% ശരിയായിരിക്കാനാണ് സാധ്യത. പണം മകൾ വാങ്ങിച്ചിട്ടുണ്ടാവും. PV എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോമല്ലേ, അദ്ദേഹത്തിൻ്റെ വൈഫ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഏതായാലും മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ക്ലീൻ ആണ് എന്ന് ആണ് കരുതുന്നത്. കാരണം അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് കേരള മുഖ്യമന്ത്രിക്ക് ഒരു റോളില്ല, അല്ലെങ്കിൽ അതിനുള്ള എവിഡൻസ് ഇല്ല. അദ്ദേഹം പണം കൈപ്പറ്റിയെന്നും അത് ട്രാൻസാക്ട് ചെയ്തെന്നും അത് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് പോയെന്നും ഒന്നും ഒരു എവിഡൻസ് ഇല്ല. അതിനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് സമൻസ് പോകാം. ഈ പണം കൈപ്പറ്റിയത് ഏത് അക്കൗണ്ടിലേക്ക് പോയി, വീണ വിജയൻ്റെ അക്കൗണ്ടിൽ എന്തായാലും പോയി. പിന്നെ PV എന്ന് പറഞ്ഞിട്ട് ആ പണം ഈ അക്കൗണ്ടിൽ തന്നെ പോയിരിക്കാം, സാധ്യതയുണ്ട്. ഏതായാലും ഇവർ മടങ്ങി ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞു. ഇനി നോട്ടീസ് ഇഷ്യൂ ചെയ്യും, ചോദ്യം ചെയ്യേണ്ടി വരും. ആ പണം കിട്ടിയിട്ട് ആർക്കൊക്കെ ആ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യം തുറന്നു പറയേണ്ടി വരും. എന്ത് സർവീസിനാണ് പണം വാങ്ങിച്ചത്, അതോ മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള രീതിയിലാണോ എന്നുള്ള കാര്യമായിരിക്കും അവർ ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതിന് വിശദീകരണം കൊടുക്കണം. ആ വിശദീകരണം തൃപ്തികരമല്ലെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കാര്യം നീങ്ങുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ ചോദ്യം ചെയ്യും, മകളെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം മകളുടെ അമ്മ അവരെയും ചോദ്യം ചെയ്യും, റിയാസിനെയും ചോദ്യം ചെയ്യും എന്നാണ്. കാരണം മണി ട്രാൻസാക്ഷൻ വരുമ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണം സഞ്ചരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെയും ചോദ്യം ചെയ്യാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ ഒരു അക്കൗണ്ടിലേക്കോ അദ്ദേഹം പറഞ്ഞ ആളിലേക്കോ അല്ലെങ്കിൽ ആ പണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വെളിയിൽ പോയെന്നോ അങ്ങോട്ട് വന്നെന്നോ ഒന്നും ഒരു എവിഡൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അതിനുള്ള ഒരു ലക്ഷണവും കാണുന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 100% ശരിയായിരിക്കും, തൻ്റെ കൈ ശുദ്ധമാണ്. അപ്പോൾ അത് ഏതായാലും SFIO അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. റെയ്ഡിന് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് അവരുടെ വീടോ അവരുടെ ഓഫീസോ അല്ലെന്നുണ്ടെങ്കിൽ അത് രജിസ്റ്റേർഡ് കോർപ്പറേറ്റ് ഓഫീസ് എവിടെയാണോ അവിടെയോ ഒക്കെ റെയ്ഡ് ഇനി വരാം. അതിനു മുന്നേ അവരെ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ റെയ്ഡ് കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്യാം. ആ ചോദ്യം ചെയ്യലൊക്കെ ഇനി അവർക്ക് സമൻസോ നോട്ടീസോ കൊടുക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാവും. കേരളത്തിൽ വെച്ച് കൊടുക്കുകയില്ല. അവിടെ അവരെ മുമ്പിൽ ഹാജരാകാൻ പറയും, അവരെ ചോദ്യം ചെയ്യും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഈ CMRLൻ്റെ അവർ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇവർക്ക് കൊടുത്ത ആ പണത്തിന് ടാക്സ് കൊടുത്തിട്ടുണ്ട്. അവർ CMRL ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിയില്ല. കൊടുത്ത പൈസയുടെ ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് സെയിൽ ടാക്സോ GSTയോ അല്ലെങ്കിൽ ടാക്സുകൾ ഏതൊക്കെ വരുന്നോ അതെല്ലാം അടച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്.
ഇനി നോക്കാനുള്ളത് വീണാ വിജയന് തന്ന പണം എവിടെ പോയാലും ശരി, അത് അവരുടെ ഒരു കമ്പനിക്കിടെ ഏതെങ്കിലും എക്യുപ്മെൻറ്റ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ പണം അക്കൗണ്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ 1,72,00,000 അവരുടെ പേഴ്സണൽ ഇൻകമായിട്ട് കണക്കാക്കി അതിന് ഇൻകം ടാക്സ് ഇനി അടയ്ക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇനി പരിശോധന KSIDCയിലേക്കും പോകും. കാരണം 14% ഷെയറുള്ള CMRൽ നമ്മുടെ ഗവൺമെൻറ്റിന് 14% KSIDCക്ക് ഷെയറുണ്ട്. അങ്ങനെ ഷെയർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഫണ്ട്, സർക്കാർ ഷെയറുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് രാഷ്ട്രീയക്കാർക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ ആർക്കും കൊടുക്കാൻ പാടില്ല. അവിടെ എന്തെങ്കിലും സേവനം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. CMRൽ അവരുടെ പ്രോസസ്സ്, അവർ കരിമണൽ അത് പ്രോസസ്സ് ചെയ്ത് അത് വെളിയിലോട്ട് അയക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവിടെ മറ്റ് കെമിക്കൽ എക്സാമിനറോ അല്ലെങ്കിൽ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടെസ്റ്റ് നടത്തുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ. അല്ലാതെ ഒരു സർവീസ് അവിടെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനൊക്കെയുള്ള സംവിധാനം ആ ഓഫീസിൽ തന്നെയുണ്ട്. വെളിയിൽ ആ ഓഫീസിന് വെളിയിലുള്ള അവരുടെ ഒരു സർവീസ് ആ കമ്പനി ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നോർമലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സർവീസും ഇവർ ചെയ്തിട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, ചെയ്തിട്ടുമില്ല, അങ്ങനെ ഒരു റിക്വസ്റ്റും ഇല്ല. അത് കോർപ്പറേഷൻ, അത് അല്ലെങ്കിൽ കമ്പനി ലോ അനുസരിച്ച് അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഇവർ കമ്പനി നടത്തിയ ദിവസം എല്ലാ വർഷവും കൊടുത്തിട്ടുണ്ടോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കമ്പനി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം കൂടുതലായിട്ട് അരുൺ പ്രസാദ് ഡെപ്യൂട്ടി ഡയറക്ടർ അവരുടെ 6 ഉദ്യോഗസ്ഥരും നോക്കുന്നതും പരിശോധിക്കുന്നതും. എന്തായാലും ഇതിനകത്ത് പണം ഒഴുകിയത് എങ്ങോട്ടൊഴുകി, ആ പണം എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം തന്നെ പുറത്തു വരും എന്നാണ് ഞാൻ കരുതുന്നത്.